മാസത്തിനിടെ വയനാട്ടിൽ നടന്നത് 7 മരണങ്ങളാണ്. വന്യജീവി ആക്രമണത്തിൽ മാത്രം. ഓർക്കണം, വെറും 5 മാസത്തെ കണക്കാണിത്. 6 പേരെ ഈ കാലയളവിനുള്ളിൽ കാട്ടാന ചവിട്ടിക്കൊന്നു. ഒരാളെ കടുവ കടിച്ചു കീറിക്കൊന്നു. വയനാട്ടിൽ സാധ്യമായതെല്ലാം ചെയ്യും. വനാതിർത്തികളിൽ വേണ്ട എല്ലാ നടപടികളും കൈക്കൊള്ളാൻ സംസ്ഥാനം കേന്ദ്രത്തോട് പറഞ്ഞു. കേന്ദ്രം മൈൻഡാക്കിയില്ല. പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും? വനം മന്ത്രി AK ശശീന്ദ്രന്റെ ഈ ക്യാപ്സ്യൂളിൽ രാജിവെച്ച് ഒഴിഞ്ഞു പോയിക്കൂടെ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. കൃത്യമായി ഫെൻസിംഗ് പോലും ഏർപ്പെടുത്താതെ മുടന്തൻ ന്യായങ്ങൾ പറയുന്ന സർക്കാർ ഇത്തരക്കാരെയാണ് നാട്ടിൽ നിന്ന് ഓടിക്കേണ്ടതെന്ന് പൊതുജനം പറയുന്നു. കടുവ കടിച്ചു കീറിക്കൊന്ന പശുവിന്റെ ജഡവും കാട്ടാന ചവിട്ടിക്കൊന്ന പോളിന്റെയും മൃതദേഹവും വഹിച്ചുകൊണ്ട് ഒരു ജനത തെരുവിലാണ്. അതിനുത്തരവാദി ഈ സർക്കാർ മാത്രമാണ്. വെറും ഒരു പ്രതിഷേധം മാത്രമല്ല, അങ്ങനെ കരുതുന്ന അധികാരികളോടാണ്. ഇന്നാട്ടിലെ കർഷകർ അരയും തലയും മുറുക്കി ഇറങ്ങിയാൽ കർഷക പാർട്ടി എന്ന് വീമ്പ് പറയുന്ന നിങ്ങളുടെ ഈ ദൂർത്തടി പാർട്ടി ഉണ്ടല്ലോ, കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരേ ഒരു പാർട്ടി. അജീഷിന്റെയും പോളിന്റെയും ഒക്കെ ജീവന് സമാധാനം പറയേണ്ടി വരും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് എൻ്റെ അച്ഛന് വന്ന അവസ്ഥ ഇനി ഒരാൾക്കും ഉണ്ടാകരുത്, ഞാൻ കരഞ്ഞതുപോലെ ഇനി ഒരു കുട്ടിയും കരയരുതെന്ന് അജീഷിന്റെ മകൾ ഉറക്കെ ഈ ലോകത്തോട് പറഞ്ഞത്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സർക്കാർ അൻപേ പരാജയമാണെന്നും ഒരു മരണം കൂടി കേരളത്തിൽ കാട്ടാന ആക്രമണത്തിൽ സംഭവിച്ചുവെന്നും പറയേണ്ടി വരും. കാട്ടാനക്കൂട്ടങ്ങളെ തുരത്താനുള്ള വനം വകുപ്പിന്റെ നടപടികളെല്ലാം വിഫലമാവുകയാണ്. നാട്ടിലിറങ്ങുന്ന കാട്ടാനക്കൂട്ടം കാട്ടിലേക്ക് തിരികെ മടങ്ങുമ്പോഴേക്കും ചില ജീവനുകളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ബേലൂർ മഗ്ന എന്ന് പേരിട്ടിരിക്കുന്ന കാട്ടാനയെ പിടിക്കാൻ വയനാട്ടിൽ കിടന്ന് പെടാപ്പാട് പെടുകയാണ് ദൗത്യ സംഘം. 200 വനപാലകരും 200 പോലീസും 100ഓളം മറ്റു വകുപ്പ് ജീവനക്കാരും ആനയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് 7-8 ദിവസമായി. ഇതിനു മുൻപ് കേരളം ഉറ്റുനോക്കിയിരുന്ന മറ്റൊരു ദൗത്യമായിരുന്നു ഇടുക്കിയിലെ അരിക്കൊമ്പന്റേത്. കോടതിയിൽ കേസും പ്രശ്നങ്ങളുമായി 2 മാസത്തോളം അരിക്കൊമ്പൻ ദൗത്യം നീണ്ടുപോയി. 150 പേരായിരുന്നു അരിക്കൊമ്പന് പിന്നാലെ ഉണ്ടായിരുന്നത്. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ അരിക്കൊമ്പനെ പൂട്ടി. അതിനാൽ കേരളത്തിൽ തന്നെ ഒരാനയെ പിടിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യമായിരിക്കും മാനന്തവാടിയിൽ ഇപ്പോൾ നടക്കുന്നത്. 200 വനപാലകർ രാവും പകലുമില്ലാതെ ഒരാനയ്ക്ക് പിന്നാലെ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പടമല പനച്ചിയിൽ അജീഷിനെ വീട്ടുമുറ്റത്ത് ബേലൂർ മഗ്ന എന്ന മോഴയാന ചവിട്ടിക്കൊന്നത്. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ആനയെ മയക്കുവെടി വെച്ച് പിടിക്കാൻ തീരുമാനിച്ചത്. ആനയുടെ കാര്യം മാത്രമല്ല, സകല വന്യജീവികളും കേരളത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ പിടിമുറുക്കുകയാണ്. നിസാരൻ എന്ന് നാം കരുതുന്ന ഓരോ ജീവിയും മനുഷ്യരോട് ആക്രമണ മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ഒരു കുടുംബത്തിലെ 4 പേരെ മലയണ്ണാൻ ആക്രമിച്ച വാർത്ത നമ്മൾ കണ്ടു. മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ വയോധികയ്ക്കുൾപ്പെടെ പരിക്കേറ്റ വാർത്ത നമ്മൾ കണ്ടു. എലി, കരടി, പന്നി, കാട്ടുപോത്ത്, കാട്ടാന, കടുവ, പുലി എന്നു തുടങ്ങി മനുഷ്യനെ കൊല്ലാൻ പാകത്തിലുള്ള സകല ജീവികളും നാട്ടിൽ വിലസുകയാണ്. ഇടത് സർക്കാരിന്റെ മനോഭാവം കണ്ടാൽ വന്യജീവികളെയും വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള ഉദ്ദേശമാണോ എന്ന് തോന്നിപ്പോകും. മാവോയിസ്റ്റുകൾക്ക് പോലും കാട്ടാന ആക്രമണത്തിൽ രക്ഷയില്ലാത്ത സമയമാണ് കാട്ടിൽ. പിന്നെ സാധാരണ മനുഷ്യരുടെ കാര്യം പറയേണ്ടതുണ്ടോ? കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ മാവോയിസ്റ്റ് നേതാവിനെ നാട്ടിൽ കൊണ്ടാക്കേണ്ടി വന്നു കൂട്ടത്തിലുള്ളവർക്ക്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പരാജയമാണെങ്കിൽ വനം മന്ത്രിയും ആ വകുപ്പും അൻപേ പരാജയമാണെന്ന് പറയേണ്ടി വരും. ഓരോ സ്റ്റേഷനിലും ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ വിരട്ടി ഓടിക്കുന്നതിനാവശ്യമായ തോക്കുണ്ടാകും. തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ RRT അഥവാ റാപ്പിംഗ് റെസ്പോൺസ് ടീം അധീനതയിലാകും. ചില സ്ഥലങ്ങളിൽ റേഞ്ച് ഓഫീസർമാർക്ക് കൈത്തോക്ക് നൽകും. വന്യമൃഗശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിലെ റേഞ്ച് ഓഫീസർമാർക്കാണ് കൈത്തോക്ക് നൽകുന്നത്. പല സ്ഥലത്തും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മതിയായ ആയുധങ്ങളില്ലെന്ന പരാതി വ്യാപകമാണ്. ഉദ്യോഗസ്ഥരേ ഇല്ലെന്ന പരാതിയും വ്യാപകമാണ്. പടമലയിൽ കടുവ ഇറങ്ങിയപ്പോൾ പരിശോധനയ്ക്ക് എത്തിയ ഫോറസ്റ്റ് റേഞ്ചറോട് ആയുധമുള്ള വാച്ചർമാരെ നിയോഗിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. പലയിടത്തും വാച്ചർമാർ ആനയെയും കടുവയെയും ഓടിക്കാൻ പോകുന്നത് വടികൊണ്ടാണ്. ദയനീയമായ അവസ്ഥ. പല്ലും നഖവും കൂർപ്പിച്ച് ഏത് നിമിഷവും ആക്രമിക്കാൻ റെഡിയായി നിൽക്കുന്ന കടുവയുടെ മുന്നിലേക്ക്
ദൗത്യ സംഘം പോകുന്നത് വടിയുമായി. 2 പേരെ കൊന്ന് ഒരാനയെ ഇനിയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. വനം വകുപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുഷ്കരമായ ദൗത്യങ്ങളിലൊന്നായി ബേലൂർ മഗ്ന ദൗത്യം മാറുന്ന കാഴ്ച. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലായി വീണ്ടും കടുവയിറങ്ങി എന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനിയും ഇതിനൊരു ശാശ്വത പരിഹാരമായില്ലെങ്കിൽ ഒരുപാട് ജീവൻ നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. 8 ദിവസമായി 500 പേർ ഒരാനയെ പിടിക്കാൻ നടക്കുന്നു, അതും കേരളം പോലൊരു സംസ്ഥാനത്ത്. റേഡിയോ കോളർ ഘടിപ്പിച്ച് ആനയെ കാട്ടിലേക്ക് കയറ്റി വിടുന്ന ദൗത്യ സംഘം ആനയ്ക്ക് കാട്ടിൽ കഴിയാൻ പാകത്തിൽ സാഹചര്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നില്ല, അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഈ വിരോധാഭാസമാണ് വീണ്ടും വീണ്ടും കാട്ടാനപ്പിടിയിൽ അമരുന്ന ജീവനുകൾ.